ആരോഗ്യ മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 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 മോശമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ട് എടുക്കാവുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്കാനിങ് സെൻറ്റർ വർക്ക് ചെയ്യുന്നില്ല. നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെന്നാൽ മണിക്കൂറുകളോളം അവിടെ നിന്നാൽ പോലും നമുക്ക് ആ ഡോക്ടറെ കാണാൻ പറ്റുന്നില്ല. ഒരു പ്രഗ്നൻസി ലേഡി അവിടെ പോയി ആ കുട്ടീനെ സിസേറിയൻ ചെയ്യേണ്ടുന്ന കുട്ടിയെ പോലും അവർ പ്രസവിപ്പിച്ച് ആ കുഞ്ഞിൻ്റെ കൈ മടങ്ങി പോവുകയും അതേ സംബന്ധിച്ച് അതിൻ്റെ തലച്ചോറിന് ബ്ലഡിൻ്റെ സ്രാവം ഉണ്ടാവുകയും ചെയ്തു. ആ കുട്ടി ഇന്ന് കണ്ണൂർ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഇത്രയും വളരെ മോശമായി ആരോഗ്യ മേഖല മുന്നിൽ കൊണ്ടുപോകുന്ന ഒരു കൊല്ലം വളരെ വളരെ താഴ്ന്ന നിലവാരത്തിലാണ് നമ്മളുടെ ഈ ആരോഗ്യ മേഖല മുന്നോട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ ആരോഗ്യ മേഖലയെങ്കിലും ഒന്ന് മെച്ചപ്പെടുത്തി തരണമെന്നാണ്. മറ്റു മേഖലകളെ സംബന്ധിച്ച് അങ്ങനെ തന്നെ. കോട്ടൺ മില്ല് അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അവിടെ എത്ര പേർക്ക് ജോലി ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ കശുവണ്ടി ഫാക്ടറികൾ, എത്രയോ പാവപ്പെട്ട അമ്മമാർ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനമാണ് കശുവണ്ടി ഫാക്ടറി. അതുപോലെ തന്നെ കയർ വ്യവസായം. ഏതൊരു മേഖലകൾ എടുത്താൽ തന്നെയും നമ്മളുടെ ബിസിനസ് മേഖലകൾ വളരെ വളരെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ ഇവിടെ കാണുന്നത്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഫുഡ് വേസ്റ്റ് ഏറ്റവും കൂടുതലൊരു പ്രശ്നമാണ്. കാരണം ഫുഡ് വേസ്റ്റ് നമ്മൾ റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നായ്ക്കളുടെ ബഹളമാണ്. ഏറ്റവും കൂടുതൽ പകലെന്നില്ല രാത്രിയെന്നില്ല, ഏറ്റവും കൂടുതലും ഫുഡ് വേസ്റ്റിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നം. എവിടെയെങ്കിലും കൊണ്ട് കളയാനോ എടുക്കാനോ ഉള്ള ഒരു സൗകര്യം പോലും ഈ കോർപ്പറേഷൻകാരായാലും എന്തായാലും കൊല്ലത്ത് നിന്ന് എന്തായാലും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കി തന്നാൽ അത്രയും നല്ലതാണ്. നമ്മളെ ഇപ്പോഴത്തെ ഈ ഭരണത്തിൻ്റെ അനുസരിച്ച് ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ല. എല്ലാം മേഖലകളും തകർന്ന് തരിപ്പണമായി കിടക്കുക. കശുവണ്ടി മേഖലകളായാലും തീപ്പെട്ടി കമ്പനികളായാലും എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുക. ഇവിടെ ഒരു മെഡിക്കൽ ഗോഡൗൺ ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ അണ്ടി ഓഫീസ് ഉണ്ടായിരുന്നു, അത് പോയി. ഇപ്പോൾ എല്ലാം തരിപ്പണമായ രീതിയിലാണ്. ഒരു കടകൾ പോലും ഇവിടെ എങ്ങും നല്ല ഒരു രീതിയിലുള്ള ഒരു കടകൾ, ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള ഒരു ഇതാൻ പോലും ഇല്ല. അപ്പം ഇങ്ങനെ ഈ നാട് നശിച്ചു പോയാൽ എങ്ങനെ ഈ പ്രദേശക്കാർ ജീവിക്കും എന്നുള്ളതാണ്. ഇവിടെ ഒരു വികസനവും ഇല്ല. 5 കൊല്ലം MLA ഇരുന്നിട്ടും MP ഇരുന്നിട്ടും ഇവിടെ ഒരു പ്രയോജനവും ഇല്ല. പിന്നെ ഇവരൊക്കെ ഇരുന്നിട്ട് എന്താ കാര്യം? നമ്മളെ നാട്ടിന് വേണ്ടി നന്മ ചെയ്യാൻ ആരാ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവർ തന്നെ വരണമെന്നാണ് എൻ്റെ താല്പര്യം.